ഹലോ, ഇന്ന് നമ്മൾ ഒരു വെഡ്ഡിങ് കൂടാൻ പോവുകയാണ്. ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആണ്. ചേട്ടനും ചേച്ചിയും നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പം നമ്മൾ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വെഡ്ഡിങ് കൂടാൻ പോയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എപ്പോഴും ഈ കല്യാണം എൻഗേജ്മെൻറ്റ് മാത്രമേ ഉള്ളെന്ന്. എന്ത് ചെയ്യാനാ ഗൈസ്, ഈ മെയ് മാസം മുഴുവൻ അതായിപ്പോയി. ഇനിയും ഉണ്ട് എനിക്കൊരു എൻഗേജ്മെൻറ്റ് കൂടാൻ. അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അപ്പോഴും ഓർക്കും. അപ്പോൾ നിങ്ങളത് കണ്ടേ പറ്റൂ. അപ്പോൾ മിന്നുകെട്ടൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന് ഇത്രയും അടുത്ത് പോയി മിന്നുകെട്ട് കാണുന്നത്. നമ്മൾ നേരത്തെ ക്രിസ്ത്യൻ വെഡ്ഡിങ് കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വെളിയിലൊക്കെ നിൽക്കത്തേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും. പക്ഷേ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് മിന്നുകെട്ട് കാണുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിട്ട് നടന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ പെണ്ണും ചെക്കനും വന്നാലേ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറേ ടൈം ഉണ്ടായിരുന്നു. 11:30 തൊട്ട് 1:45 വരെ ഉണ്ടായിരുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ചെക്കനും പെണ്ണും ഹോളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളിയായിട്ട് പ്രോഗ്രാമൊക്കെ നടന്നു, പാട്ടും ഒക്കെ. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനിട്ടിരുന്നു. ഫ്രൈഡ് റൈസും ചിക്കനും ഉണ്ടായിരുന്നു. പിന്നെ ചോറും കറികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ ഷെയർ ചെയ്ത്, പിന്നെ വൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീസ് പറഞ്ഞ് ഷെയർ ചെയ്ത് അടിപൊളിയായിരുന്നു. ഒരു നോർമൽ സിമ്പിൾ അടിപൊളി കല്യാണം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ആകെ ടയേർഡായി. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഗൈസ്, ടാറ്റാ.